Hi dear friends, good morning. നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് അനാലിസിസ് എന്നുള്ള പേപ്പറിലെ പവർ സീരീസ് എന്നുള്ള സെക്ഷനിലെ ഒരു പ്രൊപ്പോസിഷനാണ്. പ്രൊപ്പോസിഷൻ പറയുന്നത് ഒരു പവർ സീരീസ് തന്നിക്കണ് സമ്മേഷൻ എ എൻ സെഡ് മൈനസ് എ ഹോൾ പവർ എൻ. മറ്റൊരു പവർ സീരീസ് തന്നിക്കണ് സമ്മേഷൻ ബി എൻ സെഡ് മൈനസ് എ ഹോൾ പവർ എൻ. അങ്ങനെയാണെങ്കിൽ ആ പവർ സീരീസിനോട് അസോസിയേറ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് പറയാൻ പറ്റും. നമുക്ക് ഇവിടെ ഗിവൺ ആയിട്ടുള്ള ഡാറ്റ ഈ രണ്ട് പവർ സീരീസിൻ്റെയും റേഡിയസ് ഓഫ് കൺവേർജൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സം ക്വാണ്ടിറ്റി ആർ ആണ്. ആൻഡ് ആർ ഈസ് എ ക്വാണ്ടിറ്റി ഗ്രേറ്റർ ദാൻ 0. ദാറ്റ് മീൻസ് ഇവർ രണ്ടാളും എന്തല്ല ടോട്ടലി ഡൈവേർജൻ്റ് അല്ല, മിനിമം കൺവേർജ് ചെയ്യുന്ന ഒരു പോയിന്റെങ്കിലും ഉണ്ട്. പിന്നീട് വേറൊരാളെ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സി എൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെ സി എൻ ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 0 to n എ കെ ബി എൻ മൈനസ് കെ. ഈ സി എന്നിനെ പറ്റിയിട്ട് നമ്മൾ മുന്നത്തെ വീഡിയോസിലായിട്ട് നമ്മൾ കോഷി പ്രൊഡക്റ്റ് എന്നുള്ള രൂപത്തിൽ ഡിസ്കസ് ചെയ്തിരുന്നു. കോഷി പ്രൊഡക്റ്റ് ഓഫ് ടു സീക്വൻസ് എ എന്നും ബി എന്നും രണ്ട് സീക്വൻസുകളാണെങ്കിൽ അതിൻ്റെ കോഷി പ്രൊഡക്റ്റ് എന്താണെന്നുള്ളതാണ് സി എൻ എന്നുള്ള കോഷി സീക്വൻസ് ഈ ഒരു രൂപത്തിലായിരുന്നു ഡിഫൈൻ ചെയ്തത്. അങ്ങനെ നമുക്കൊരു സീക്വൻസ് തന്നിക്കണ് സി എൻ എന്നുള്ളൊരു കോഷി പ്രൊഡക്റ്റ് ഓഫ് കോഷി സീക്വൻസ് അസോസിയേറ്റഡ് വിത്ത് എ എൻ ആൻഡ് ബി എൻ. കോഷി പ്രൊഡക്റ്റ് ആണ് എ എന്നിനോടും ബി എന്നിനോടും അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് പറയുന്നത് രണ്ട് സീരീസ്. ഈ സീരീസിൽ നോക്കുക, സമ്മേഷൻ n ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എ എൻ പ്ലസ് ബി എൻ സെഡ് മൈനസ് എ ഹോൾ പവർ എൻ. ഇവിടെ കോയിഫിഷ്യൻ്റ് എന്ത് ചെയ്തു? ഗിവൺ ആയിട്ടുള്ള രണ്ട് സീരീസിൻ്റെയും കോയിഫിഷ്യൻസ് തമ്മിൽ ആഡ് ചെയ്തു. ഇവിടെയുള്ള കോയിഫിഷ്യൻ്റോ ഗിവൺ ആയിട്ടുള്ള രണ്ട് സീരീസിൻ്റെയും കോയിഫിഷ്യൻ സീക്വൻസുകൾ തമ്മിൽ പ്രൊഡക്റ്റ് ചെയ്തിട്ട് കിട്ടുന്ന കോഷി പ്രൊഡക്റ്റ് ഓഫ് എ എൻ ആൻഡ് ബി എൻ ആണ് ഇവിടെ. അങ്ങനെ കിട്ടുന്ന ഫോം ചെയ്യുന്ന രണ്ട് സീരീസിൻ്റെയും റേഡിയസ് ഓഫ് കൺവേർജൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ ആയിരിക്കും. അതായത് ഈ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു റേഡിയസ് ഓഫ് കൺവേർജൻസ് ഫൈൻഡ് ചെയ്യാം, ഈ സീരീസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു റേഡിയസ് ഓഫ് കൺവേർജൻസ് ഫൈൻഡ് ചെയ്യാം. അവർ രണ്ടാളും എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ ആയിരിക്കും. നമുക്ക് പ്രൂഫിലേക്ക് പോകുന്നതിന് മുന്നേ ജസ്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ പറയാം. നമുക്ക് തന്ന കാര്യങ്ങൾ സി എന്ന് നമുക്കറിയാം കോഷി പ്രൊഡക്റ്റ് സീക്വൻസ് ആണ്. എ എന്നും ബി എന്നും രണ്ട് പവർ സീരീസുകളാണ്. അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഗിവൺ ആണ് സം ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. രണ്ടാൾക്കാരെ നമുക്ക് ഇവിടെ തന്നു. സമ്മേഷൻ n ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എ എൻ പ്ലസ് ബി എൻ സെഡ് മൈനസ് എ ഹോൾ പവർ എന്നും സമ്മേഷൻ n ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി സി എൻ സെഡ് മൈനസ് എ ഹോൾ പവർ എന്നും. സി എൻ ആരായിരുന്നു? സമ്മേഷൻ കെ ഈക്വൽ ടു 0 to n എ കെ ബി എൻ മൈനസ് കെ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? ഈ രണ്ട് പവർ സീരീസിൻ്റെയും റേഡിയസ് ഓഫ് കൺവേർജൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ ആണ്. എന്താണ് ഒരു സീരീസ്? ഞാൻ ജനറലി ഒരു സീരീസ് ആയിട്ട് സമ്മേഷൻ എക്സ് എൻ സെഡ് മൈനസ് എ ഹോൾ പവർ എൻ എന്നുള്ള ഇവിടെ ഒന്നും തരാത്തൊരു സീരീസ് എടുത്തു. പ്രൂഫിലേക്ക് പറയുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. ഒരു പവർ സീരീസ് എടുത്തു, സമ്മേഷൻ എക്സ് എൻ സെഡ് മൈനസ് എ ഹോൾ പവർ എൻ. ഇവിടെ ഏതിന് അറൗണ്ട് ആയിട്ടാണ് നമ്മൾ സീരീസ് എക്സ്പാൻഷൻ ചെയ്യുന്നത്? എ എന്നുള്ള പോയിന്റിന് അറൗണ്ട് ആയിട്ട്. ഇയാളുടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആർ ആണെന്ന് പറഞ്ഞാൽ ആ റേഡിയസ് ഓഫ് കൺവേർജൻസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കോഷി ഹഡമാർഡ് ഫോർമുല ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഒക്കെ ഫൈൻഡ് ചെയ്യാം. ഇയാളുടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആർ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? നമുക്ക് എ എന്നുള്ള പോയിന്റിന് അറൗണ്ട് ആയിട്ട് ഒരു സർക്കിൾ ഓഫ് കൺവേർജൻസ് കാണാൻ കഴിയും. എ എന്നുള്ള ഒരു പോയിന്റ് തന്നിട്ടുണ്ടാവും, ആ പോയിന്റിന് അറൗണ്ട് ആയിട്ട് സർക്കിൾ ഓഫ് കൺവേർജൻസ്. ആ സർക്കിളിന്റെ റേഡിയസ് എന്തായിരിക്കും? 6. സർക്കിൾ ഓഫ് കൺവേർജൻസ് മീൻസ് ഈ ഒരു സർക്കിള് അതിൻ്റെ ഉള്ളിലുള്ള പോയിന്റ്സ്, അതായത് ആ ഡിസ്കിന്റെ ഉള്ളിലുള്ള പോയിന്റ്സിൽ മൊത്തം ഗിവൺ സീരീസ് എന്തായിരിക്കും? ഈ പവർ സീരീസ്, അതായത് ഈ ഫോർമാറ്റിലുള്ള സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആയിരിക്കും. ഒരു റേഡിയസ് ഓഫ് കൺവേർജൻസ് 6 ആണെന്ന് പറയണമെങ്കിൽ, 6 എന്നുള്ളത് ഒരു റേഡിയസ് ഓഫ് കൺവേർജൻസ് ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? എ എന്നുള്ള പോയിന്റിന് അറൗണ്ട് ആയിട്ട് ആ റേഡിയസിൽ ഒരു സർക്കിൾ ഓഫ് കൺവേർജൻസ് കാണാൻ പറ്റണം. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പോയിന്റ് എടുത്താലും ആ പോയിന്റിലൊക്കെ ഗിവൺ സീരീസ് എന്തായിരിക്കണം? അബ്സല്യൂട്ട്ലി കൺവേർജന്റ് ആയിരിക്കണം. ഇവിടെ നമുക്ക്
4 സീരീസുകളാണുള്ളത്. ഒന്നാമത്തത് ഗിവൺ ആയിട്ടുള്ള 2 സീരീസ് സമ്മേഷൻ an z മൈനസ് എ ഹോൾ പവർ എന്നും സമ്മേഷൻ bn z മൈനസ് എ ഹോൾ പവർ എന്നും ഇവർ രണ്ടാളും നമുക്ക് ഗിവൺ ആണ്. ദീസ് ടു ആർ ഗിവൺ. നമുക്ക് പുതുതായിട്ട് ഫോർം ചെയ്ത രണ്ടാളുണ്ട്. സമ്മേഷൻ an പ്ലസ് bn z മൈനസ് എ ഹോൾ പവർ എന്നും സമ്മേഷൻ സമ്മേഷൻ cn z മൈനസ് എ ഹോൾ പവർ എന്നും ഇത്തരത്തിൽ 2 സീരീസ് നമ്മൾ ഫോം ചെയ്തതുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇവരുടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് തമ്മിലുള്ള ഒരു റിലേഷനാണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു r ആണെന്ന്. ഇയാൾ ഒന്നാമത്തെ സീരീസ് എന്നുള്ള രൂപത്തിൽ അയാളുടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് r1 ആണെന്ന് കരുതുക. ഇയാൾ രണ്ടാമത്തത് തന്നത് എന്നുള്ള രൂപത്തിൽ അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസിന് ഞാൻ സം r2 എന്നും ഡിനോട്ട് ചെയ്തു. ഗിവൺ ആയിട്ട് നമുക്കൊരു ഡാറ്റ ഉണ്ട്. ഇയാളുടെ റേഡിയസ് ഓഫ് കൺവേർജൻസും ഇയാളുടെ റേഡിയസ് ഓഫ് കൺവേർജൻസും ആരാണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു r ആണ്. ദാറ്റ് മീൻസ് r1 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു r ആൻഡ് r ഈസ് ഗ്രേറ്റർ ദാൻ 0. ഓൾസോ r2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു r ആൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇനി ഇയാളുടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനെ ഞാൻ സം എന്നുള്ള രൂപത്തിൽ r1+2 എന്നെടുത്തു. ഇതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസിനെ 1ഉം 2ഉം തമ്മിലുള്ള കോഷി പ്രൊഡക്റ്റ് എന്നുള്ള രൂപത്തിൽ r12 എന്നുള്ള രൂപത്തിലും ഡിനോട്ട് ചെയ്തു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താ? r1+2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു r ആണ് ആൻഡ് r12 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു r ആണ്. നമുക്ക് 2 പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം സമ്മേഷൻ്റെ നോക്കാം. അതായത് 2 പവർ സീരീസുകൾ തന്നു, an-ഉം bn-ഉം. അത് തമ്മിലുള്ള കോഎഫിഷ്യൻസ് തമ്മിൽ സം ചെയ്തിട്ട് കിട്ടുന്ന പുതിയ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ത് എന്നുള്ളത് ആദ്യം ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് കോഎഫിഷ്യന്റ് കോഷി പ്രൊഡക്റ്റ് ആയിട്ടുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കോഎഫിഷ്യന്റ് നമുക്ക് വേണ്ട, നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് എടുത്ത് എഴുതാം. ഇയാൾ ഈക്വൽ ടു r1 ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു r ആണ്. ഇത് ഈക്വൽ ടു r2 ആണ്, ഈസ് ഓൾസോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു r. നമ്മുടെ ക്ലെയിം എന്താണ്? സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an പ്ലസ് bn z മൈനസ് എ ഹോൾ പവർ n-ൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ്. ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് നമ്മളായിട്ട് ചൂസ് ചെയ്തത് ആരായിരുന്നു? ഞാൻ എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതുന്നില്ല. ദ റേഡിയസ് ഓഫ് കൺവേർജൻസ് r1+2 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു r. ഇതാണ് നമ്മുടെ ക്ലെയിം. ഇനി നമുക്ക് ജിയോമെട്രിക്കലി ഒന്ന് നോക്കാം. ഇതിൻ്റെ അർത്ഥം എന്താ? സമ്മേഷൻ മോഡുലസ് ഓഫ് an z മൈനസ് എ ഹോൾ പവർ n ഈക്വൽ ടു r1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു r ആൻഡ് സമ്മേഷൻ bn z മൈനസ് എ ഹോൾ പവർ n ഈക്വൽ ടു r2 സം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു r. നമുക്കൊരു റേഡിയസ് r എന്നുള്ളൊരു നമ്പർ തന്നിക്കണം. ആ നമ്പറിന് എറൗണ്ട് ആയിട്ട് ഞാനൊരു സർക്കിൾ വരച്ചു. അതിൻ്റെ ഉള്ളിലുള്ള പോയിന്റ്സ് ഒക്കെ കൂടി എടുക്കുമ്പോൾ നമുക്കൊരു ഡിസ്ക് ഫോം ചെയ്യാം. r-നേക്കാളും വലുതാണ് അല്ലെങ്കിൽ ഈക്വൽ ആണ് ആര്? r1. ഞാൻ r1 മറ്റൊരു റേഡിയസിലൊരു സർക്കിൾ വരച്ചു. ഇനി r2ഉം ആരെക്കാട്ടിയും വലുതാണ്? r2ഉം r-നേക്കാളും വലുതാണ്. ഞാൻ ബ്ലൂ ലൈനിലും റെഡ് ലൈനിലും ബ്ലൂ ലൈനിലും വരച്ച ആൾക്കാർ ആരേക്കാരം? r1 r2 ആണ്. അതായത് ഒന്നിക്കലോ ബ്ലൂ ലൈനിലുള്ളത് r1 ആവാം, അല്ലെങ്കിൽ ബ്ലൂ ലൈനിലുള്ളത് r2 ആവാം. അവരേതായാലും കുഴപ്പമില്ല. രണ്ടാൾക്കാരും എന്താണ്? r-നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള നമ്പറാണ്. ഞാൻ ഇയാൾ സം r1 ആണെന്ന് വിചാരിക്കുക, ഇയാൾ r2 ആണെന്നും ജസ്റ്റ് അസ്യൂം ചെയ്യുക. നമുക്ക് തിയറത്തിലേക്ക് വരുന്നതിന് മുന്നേ അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ പറയുന്നത്. ഈ പവർ സീരീസിന്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് r1 ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്തത് r1 ആയിട്ട് ആരാണ്? ഈ റെഡ് കളേർഡിലുള്ള റീജിയൻ ആണ്.
ഈ റെഡ് കളേർഡിലുള്ള സർക്കിളിൻ്റെ ഉള്ളിലുള്ള എല്ലാ പോയിന്റിലും എന്തായിരിക്കും? ഗിവൺ പവർ സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഞാൻ ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റ് എന്ന് എടുക്കുമ്പോൾ സെഡും എക്ക് അറൗണ്ട് ആയിട്ടാണ്, എ എന്നാണ് സെഡ് ഇങ്ങനെ അകന്നു പോകുന്നത്. ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാക്സിമം എത്ര വരുള്ളൂ? ലെസ് ദാൻ R1. ഇതിനെ വേണമെങ്കിൽ നമുക്ക് വേറൊരു രൂപത്തിൽ എഴുതാം. സെഡ് ബിലോങ്സ് ടു ബി എ R1. അതായത് എക്ക് അറൗണ്ട് ആയിട്ട് R1 റേഡിയസ് ഉള്ള ഓപ്പൺ ബോളിൻ്റെ ഉള്ളിലാണ് സെഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഗിവൺ സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആയിരിക്കും. ആൻഡ് ബിക്ക് അറൗണ്ട് ആയിട്ടുള്ള ബിക്കല്ല സെഡ് മൈനസ് എ ഈക്വൽ ടു R2 സം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു R എന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ കളേർഡിൽ മാർക്ക് ചെയ്തിട്ടുള്ള സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോയിന്റ്സ് ആ ഓപ്പൺ ബോൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പോയിന്റ്സിലും എന്താണ്? ഗിവൺ സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണ്. ഈ സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണ്. അപ്പം ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ അയാൾ എന്തായാലും അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആയിരിക്കും. ബൈ R1 ചൂസ് ചെയ്യാം, R2 ചൂസ് ചെയ്യാം. ഞാൻ എടുക്കുന്ന പോയിന്റ് R സർക്കിളിൻ്റെ ഉള്ളിലാണെങ്കിലോ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? R1 R2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു R ആണ്. R1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു R എന്നും R2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു R എന്നും പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ സർക്കിള് ഞാൻ ബ്ലാക്ക് കളേർഡിൽ മാർക്ക് ചെയ്തിട്ടുള്ള സർക്കിൾ ഓഫ് കൺവേർജൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ള R റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോയിന്റ്സ്, ദാറ്റ് മീൻസ് ഈ ഡിസ്കിൽ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിലൊക്കെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റണം? ഈ ആളുടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു R ആണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള പോയിന്റ്സ് ഒക്കെ എടുത്താൽ ഇയാളുടെ റേഡിയസ് ഓഫ് കൺവേർജൻസ് എന്ത് കിട്ടണം? അതായത് R1+2 എന്ത് കിട്ടണം? കൺവേർജ് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ ഞാനൊരു പോയിന്റ് എടുത്തു. ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടുള്ള ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള പോയിന്റിൽ ഈ പവർ സീരീസ് ഡൈവേർജൻ്റ് ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ എന്താവും? അതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഇതിനേക്കാളും ചെറുതാവും, ഇങ്ങനെ വരും. അപ്പോൾ നമുക്ക് ക്ലെയിം ചെയ്യേണ്ടത് എന്താണ്? ഈ സർക്കിൾ ഓഫ് കൺവേർജൻസ് ആയിട്ട് സ്മോൾ R റേഡിയസ് ഉള്ള സർക്കിൾ ഓഫ് കൺവേർജൻസ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത ബ്ലാക്ക് കളേർഡ് സർക്കിളിൻ്റെ ഉള്ളിലുള്ള പോയിന്റ്സ്, ദാറ്റ് മീൻസ് ഈ ഓപ്പൺ ബോളിൻ്റെ ഉള്ളിൽ ഏതൊരു പോയിന്റ് എടുത്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറയണം? ഈ സീരീസ് അവിടെ അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റണം. സമ്മേഷൻ n = 0 to infinity an plus bn z minus a whole power n എന്നുള്ള സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റിയാൽ മതി. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് z minus a ലെസ് ദാൻ R ആകുന്ന സമയത്ത് എന്താവണം? ഗിവൺ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആവണം. മോഡ് z minus a ലെസ് ദാൻ R നെ നമുക്ക് ഏത് രൂപത്തിൽ എഴുതാം? z ബിലോങ്സ് ടു ബി എ R. ഇതിൻ്റെ മീനിങ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. എക്ക് അറൗണ്ട് ആയിട്ട് സ്മോൾ R റേഡിയസിൽ ഒരു ഓപ്പൺ ബോൾ എടുത്താൽ അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ പോയിന്റിലും ഈ ഗിവൺ സീരീസ് അബ്സല്യൂട്ട്ലി കൺവേർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അത് പ്രൂവ് ചെയ്യുന്നതോട് കൂടിയിട്ട് നമുക്ക് എന്ത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും? ഇതിൻ്റെ റേഡിയസ് ഓഫ് കൺവേർജൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു R ആണെന്ന് പറയാൻ പറ്റും. അത് കാരണം നമുക്ക് എന്ത് ചെയ്യാം? ഈ ക്ലെയിം ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് ഡിഫൈൻ ചെയ്യാം. നമുക്ക് R1+2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു R ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ ക്ലെയിം ഒന്ന് മാറ്റി എഴുതുന്നുണ്ട്. ഫോർ z ബിലോങ്സ് ടു BAR ബ്രാക്കറ്റിൽ ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മോഡ് z minus a ലെസ് ദാൻ R എന്ന് എഴുതാം. സമ്മേഷൻ n = 0 to infinity an plus bn z minus a whole power n is absolutely convergent. നമുക്ക് ക്ലെയിം പ്രൂവ് ചെയ്യേണ്ടത് എന്തായിരുന്നു? R1+2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു R എന്നാണ് പ്രൂവ് ചെയ്യേണ്ടിയിരുന്നത്. അത് നമ്മൾ റേഡിയസ് ഓഫ് കൺവേർജൻസിൻ്റെ ഡെഫിനേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? റേഡിയസ് ഓഫ് കൺവേർജൻസ് R1+2 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് പ്രകാരം നമ്മളൊന്ന് റീസ്റ്റേറ്റ് ചെയ്തു. BAR എക്ക് അറൗണ്ട് ആയിട്ട് R റേഡിയസിലുള്ള ഒരു ഓപ്പൺ ബോളിൽ ഒരു പോയിന്റ് എടുത്താൽ, അതായത് മോഡ് z minus a ലെസ് ദാൻ R ആകുന്ന സമയത്ത് സം സീരീസ് an plus bn കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന സീരീസ് എന്താണെന്ന് പ്രൂവ് ചെയ്യണം.
അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. നമുക്ക് പ്രൂഫിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പ്രൂഫ്, ഈ ഒരു ക്ലെയിം പ്രൂവ് ചെയ്യുന്നതോട് കൂടിയിട്ട് ഫസ്റ്റ് പാർട്ട് പ്രൂഫായി. നമുക്ക് സെഡ് എവിടെ നിന്ന് എടുക്കാം? BAR എന്ന് എടുക്കാം. BAR ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തർത്ഥം? മോഡ് Z മൈനസ് എ ലെസ് ദാൻ R ആണ്. മോഡ് Z മൈനസ് എ ലെസ് ദാൻ R ആണ്. R എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു R1 ആണ്. R1 ആരാ? ഫസ്റ്റ് പവർ സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ്. ദാറ്റ് വിൽ ഇംപ്ലൈസ് എന്ത് വരും? സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി AN Z മൈനസ് എ ഹോൾ പവർ n ഈസ് absolutely convergent. That is summation n equal to 0 to infinity AN Z minus a whole power n. ഇത് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മോഡുലസ് എടുക്കുന്ന സീരീസ് എന്തായിരിക്കും? കൺവെർജൻ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി മോഡ് AN Z മൈനസ് എ ഹോൾ പവർ n ലെസ് ദാൻ ഇൻഫിനിറ്റി. അയാൾ ഒരു ഫൈനൈറ്റ് സമ്മിലേക്ക് കൺവേർട്ട് ചെയ്യും, ഡൈവേർജ് ചെയ്ത് പോകില്ല എന്നുള്ളത് മീനിങ് ആയി. ഇനി അതേപോലെ BAR Z എന്ന് എടുക്കുന്ന സമയത്ത് Z ലെസ് ദാൻ R ആണ്. R1 പകരം എനിക്ക് ആരെയും കൊടുക്കാം? R2 കൊടുക്കാം. R2 കൊടുക്കുന്ന സമയത്ത് രണ്ടാമത്തെ പവർ സീരീസ് എടുക്കുമ്പോൾ AN പകരം ആരായിട്ട് മാറും? BN ആയിട്ട് മാറും. ഇവിടെ മോഡ് BN വരും. ആൻഡ് കൺക്ലൂഷൻ എന്തായിട്ട് മാറി? സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി മോഡ് BN Z മൈനസ് എ ഹോൾ പവർ n ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അപ്പോൾ നമുക്ക് രണ്ട് കൺക്ലൂഷനാണ് കിട്ടിയത്. Z BAR ഉണ്ടാകുന്ന സമയത്ത് രണ്ട് കൺക്ലൂഷൻസ് ഞാൻ ഇങ്ങോട്ട് എഴുതുന്നുണ്ട്. Z ബിലോങ്സ് ടു BAR വിൽ ഇംപ്ലൈസ് സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി AN Z മൈനസ് എ ഹോൾ പവർ n ലെസ് ദാൻ ഇൻഫിനിറ്റി and summation n equal to 0 to infinity BN Z minus a whole power n is also ഇതിൻ്റെ മോഡുലസും ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. അവർ രണ്ടാളും അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണ്. ഇതിന് രണ്ടിനുള്ള റീസൺസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ടു പ്രൂവ് ദാറ്റ്, പ്രൂവ് ചെയ്യേണ്ടത് നമ്മളെ ക്ലെയിമാണ്. ക്ലെയിം പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യണം? സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി AN പ്ലസ് BN Z മൈനസ് എ ഹോൾ പവർ n ഈസ് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ക്ലെയിം ടു പ്രൂവ് ദാറ്റ് സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി മോഡ് AN പ്ലസ് BN Z മൈനസ് എ ഹോൾ പവർ n ഈസ് കൺവെർജൻ്റ്. ഇയാൾ കൺവെർജൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. എവിടെയുള്ളക്ക്? Z ബിലോങ്സ് ടു BAR ആണ്. ഒരു സീരീസ് കൺവെർജൻ്റ് ആവണമെങ്കിൽ എന്താവണം? എ സീരീസ് ഈസ് കൺവെർജൻ്റ് ബൈ ഡെഫിനിഷൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് സീരീസ് ഈസ് കൺവെർജൻ്റ്. സീരീസിൻ്റെ കൺവെർജൻസ് നമ്മൾ സീക്വൻസിൻ്റെ ടേമിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു സീരീസ് കൺവെർജൻ്റ് ആവണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്തായാൽ മതി? കൺവെർജൻ്റ് ആയാൽ മതി. അപ്പോൾ നമുക്ക് ഈ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് ഓഫ് പാർഷ്യൽ സം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ഈ SN എന്നുള്ള സീക്വൻസ് ആക്കിയിട്ട് S1 എടുത്തു, S0 എടുക്കാം. ഫസ്റ്റ് സമ്മ്, അതായത് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഉണ്ടാക്കണം. സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ട് n ഈക്വൽ ടു 0 കൊടുക്കുന്ന സമയത്ത് എന്ത് വരും? n ഈക്വൽ ടു 0 കൊടുക്കുന്ന സമയത്ത് A0 പ്ലസ് B0 മോഡുലസ് വരും. ഇവിടെ Z മൈനസ് എ ഹോൾ പവർ 0 1 ആയിട്ട് മാറും. A0 പ്ലസ് B0 വരും. ഇനി S1 ആരാ? മോഡുലസ് ഓഫ് n ഈക്വൽ ടു 0 കൊടുക്കുക. n ഈക്വൽ ടു 0 കൊടുക്കുന്ന സമയത്ത് A0 പ്ലസ് B0 വരും. പ്ലസ് n ഈക്വൽ ടു 1 കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മോഡുലസ് എടുക്കുന്ന സമയത്ത് S0 ഓൾറെഡി എഴുതി. അടുത്തത് n ഈക്വൽ ടു 1 കൊടുക്കുക. n ഈക്വൽ ടു 1 എടുക്കുമ്പോൾ മോഡുലസ് ഓഫ് n 1 ആവുന്ന സമയത്ത് A1 പ്ലസ് B1 മോഡ് Z മൈനസ് എ വരും. വാട്ട് അബൌട്ട് S2? ഇയാളുണ്ടാവും. 0 കൊടുക്കുന്ന സമയത്ത് 1 കൊടുക്കുന്ന സമയത്ത് ഇയാൾ വരും. ആൻഡ് 2 കൊടുക്കുന്ന സമയത്ത് എന്ത് വരും? A2 പ്ലസ് B2 Z മൈനസ് എ. ഇതിൻ്റെ മോഡുലസ് Z മൈനസ് എ ഹോൾ സ്ക്വയർ.
എക്സെട്ര അപ് ടു എസ് എൻ കൊടുക്കാം. എസ് എൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? n+1 പാർഷ്യൽ സം. അതായത് നമ്മുടെ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എസ് എൻ ആയിട്ട് കിട്ടുന്നത് n+1 പാർഷ്യൽ സം എടുക്കുന്ന സമയത്ത് എന്ത് വരും? 2 ആകുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം 2 വരുന്ന ഒരു ടേം വരുന്നുണ്ട്. ദാറ്റ് മീൻസ് എസ് എൻ ആയിട്ട് നമുക്ക് കിട്ടുന്നത് സമ്മേഷൻ k = 0 to n AK plus BK Z minus A whole power k. ഇയാളെ മോഡ്ലസ് k = 0 to n വരെ സം ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ടേം A0 B0 വരും, S0 വരും. ഇവിടെ ഉള്ളത് S1 കൊടുക്കുന്ന സമയത്ത് A1 മോഡ് A1 plus B1 ഇൻറ്റു Z minus A വരും, എക്സെട്ര. അവസാനത്തെ ടേം എന്ത് വരും? മോഡുലസ് ഓഫ് A ക്യാപിറ്റൽ N plus Bn Z minus A whole power n. This is our sequence of n+1th partial sum. അപ്പോൾ നമുക്ക് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ആയിട്ട് എന്ത് കിട്ടി? എസ് എൻ കിട്ടി. എസ് എന്നിൻ്റെ പ്രത്യേകത ഒന്ന് നോക്കുക. S0 ആരാ? ഇയാൾ. S1 ഇയാൾ എടുക്കുന്ന സമയത്ത് S0 കൂടിയിട്ട് ഒരു ക്വാണ്ടിറ്റി വീണ്ടും പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ് ആഡ് ചെയ്യുന്നത്. അതായത് ഇവിടെ മോഡുലസ് എന്നുള്ളൊരു ക്വാണ്ടിറ്റി അവിടെ എടുക്കുന്നതുകൊണ്ട് പോസിറ്റീവാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ S0 പ്ലസ് സം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ആര്? S1. ഇനി S2 ആരാ? S1 കൂടി സം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. പോസിറ്റീവ് ക്വാണ്ടിറ്റീസ് ഇങ്ങനെ കൂട്ടി വരികയാണ്. ദാറ്റ് മീൻസ് ഈ സീക്വൻസ് എന്താണ്? മോണോട്ടോണിക്കലി ഇൻക്രീസിങ്. Therefore our sequence of partial sum Sn is monotonically increasing. Monotonically increasing ആയിട്ടുള്ള ഒരു സീക്വൻസ് കൺവേർജൻ്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് a sequence of partial sum is monotonically increasing, then it is convergent if and only if it is bounded above. ഒരു സീക്വൻസ് ഓഫ് പാർഷ്യൽ സം മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണെങ്കിൽ അയാൾ കൺവേർജൻ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് കാണിച്ചാൽ മതി? ബൗണ്ടഡ് എബോ ആണെന്ന് കാണിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ സീരീസ് കൺവേർജൻ്റ് ആണ്. നമ്മൾ ഈ സീരീസിൻ്റെ കറസ്പോണ്ടിങ് സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എടുത്തു, അയാൾ എന്താണെന്ന് കിട്ടി? മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണെന്ന് കിട്ടി. ഇനി നമുക്ക് എന്താണെന്ന് പ്രൂവ് ചെയ്താൽ മതി? അയാൾ ബൗണ്ടഡ് എബോ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതോടുകൂടി പ്രൂഫിൻ്റെ ക്ലെയിം ഓവറായി. അപ്പോൾ ക്ലെയിം ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇനി നമ്മളുടെ അൾട്ടിമേറ്റ് ക്ലെയിം എന്തായിട്ട് മാറി? ഞാനൊരു പുതിയ ക്ലെയിം ഡിഫൈൻ ചെയ്യാണ്. എൻ്റെ ക്ലെയിം ഇപ്പോൾ പുതുതായിട്ടൊന്ന് മാറി. നമ്മളൊരു സീക്വൻസ് എടുത്തു Sn ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ k = 0 to n മോഡുലസ് ഓഫ് AK plus BK Z minus A whole power k. This is our sequence of partial sum associated with the given series is bounded above. ഈ സീരീസ് ബൗണ്ടഡ് ആണ്, ഈ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ബൗണ്ടഡ് എബോ ആണെന്ന് പറയുന്നതോട് കൂടിയിട്ട് നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം Sn ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. Sn ഈസ് ഈക്വൽ ടു സമ്മേഷൻ k = 0 to n mod AK plus BK Z minus A whole power k വരും. That is equal to Z minus A whole power k എന്ന് പറഞ്ഞാൽ ഇതൊരു പോളിനോമിയലാണ്. Z minus A ഒരു വേരിയബിൾ ആക്കി ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പവർ k, അതിന് 2 കോഎഫിഷ്യൻസ് ആഡ് ചെയ്യുന്നു. കോഎഫിഷ്യൻസ് AK BK എന്ന് പറഞ്ഞാൽ സം നമ്പർ ആയിട്ട് മാറി. AKയും BKയും ഇതിനോട് കൂടി പോളിനോമിയലിന് കൂടി ആഡ് ചെയ്യുക. 2 + 3 AK BK എന്നുള്ളൊരു ഫോർ ഫിക്സഡ് കേക്ക് k എന്നുള്ളൊരു AK എന്നുള്ളൊരു നമ്പർ കിട്ടും. AK BK ഇൻറ്റു സം എക്സ് ചെയ്യുന്ന സമയത്ത് AKX പ്ലസ് BKX എഴുതാം. അതേപോലെ നമ്മൾ ഇവിടെ എഴുതുകയാണെങ്കിൽ എന്ത് വരും? ഈക്വൽ ടു സമ്മേഷൻ k = 0 to n മോഡുലസ് ഓഫ് AKനെ Z minus A പവർ കേക്കും കൊടുക്കാം ആൻഡ് BK Z minus A പവർ k. ഇതിനെ ഞാൻ ഇങ്ങോട്ട് എഴുതുന്നുണ്ട്. 1
എസ് എൻ ഈക്വൽ ടു ഇയാൾ കിട്ടി. ഇവിടെ തന്നെ നമുക്ക് എഴുതാം. ഇവിടെ നോക്കി, മോഡുലസിൻ്റെ ഉള്ളിൽ രണ്ടാൾ, മോഡുലസ് ഓഫ് സം നമ്പർ, ഇയാളെ ഞാൻ സം എ എന്നും ഇയാളെ ഞാൻ സം ബി എന്നും വിളിക്കുകയാണെങ്കിൽ മോഡ് ഓഫ് എ പ്ലസ് ബി എന്നുള്ള രൂപത്തിലാണ്. അതിന് നമ്മൾ മോഡ് എ പ്ലസ് മോഡ് ബി എന്നുള്ള രൂപത്തിലാക്കി വരുമ്പോൾ എന്ത് ചെയ്യും, ഇയാൾ ഇതിനേക്കാളും ചെറുതാവും ബൈ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി. ദെയർഫോർ ദിസ് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു summation k equal to 0 to n mod ak z minus a power k plus summation രണ്ടാക്കും കൂടി ഒന്നിച്ചിട്ടാണ് mod bk z minus a power k by triangle inequality. ഇനി നമുക്ക് ഇപ്പോൾ മോഡുലസിൻ്റെ ഉള്ളിൽ സമ്മിൻ്റെ ഉള്ളിൽ രണ്ടാൾക്കാരുണ്ട്. രണ്ടാക്കും സമ്മ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുക. രണ്ടാക്കും സമ്മ് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് വരും, ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 0 to n മോഡ് എ കെ z മൈനസ് എ പവർ കെ പ്ലസ് സമ്മേഷൻ കെ ഈക്വൽ ടു 0 to n മോഡ് ബി കെ സെഡ് മൈനസ് എ പവർ കെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് എസ് എൻ എന്നുള്ള സീക്വൻസ് ഓഫ് പാർഷ്യൽ സം എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അയാൾ എന്താണെന്ന് കിട്ടി, ഇവിടുന്ന് ഈക്വാലിറ്റി, ഇവിടുന്ന് ഈക്വാലിറ്റി, ഇവിടുന്നും ഈക്വാലിറ്റി, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇയാൾ. ഫൈനലി നമ്മൾ കൺക്ലൂഡ് ചെയ്തത് ഇതിൻ്റെ ഇടയിലുള്ളതൊക്കെ ഉണ്ട് എറേസ് ചെയ്യുകയാണെങ്കിൽ എസ് എൻ എന്നുള്ള ആള് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ കെ ഈക്വൽ ടു 0 to n മോഡ് എ കെ സെഡ് മൈനസ് എ ഹോൾ പവർ കെ പ്ലസ് സമ്മേഷൻ കെ ഈക്വൽ ടു 0 to n മോഡ് ബി കെ സെഡ് മൈനസ് എ ഹോൾ പവർ കെ. ഫൈനലി നമ്മൾ കൺക്ലൂഡ് ചെയ്തത് ഇയാളാണ്. ഇനി ഇയാൾ ആരെക്കാട്ടും ചെറുതായിരിക്കും, കെ ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി മോഡ് എ കെ സെഡ് മൈനസ് എ ഹോൾ പവർ കെ പ്ലസ് സമ്മേഷൻ കെ ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി മോഡ് ബി കെ സെഡ് മൈനസ് എ ഹോൾ പവർ കെ. ഇയാളിൽ 0 മുതൽ n വരെയുള്ള ടേംസ് ആണ് സം ചെയ്യുന്നത്. 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള ടേംസ് സം ചെയ്യുമ്പോൾ ഈ ക്വാണ്ടിറ്റി ഇതിനേക്കാളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ആയിരിക്കും, ഈ ക്വാണ്ടിറ്റിയും ഇതിനേക്കാൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. Therefore, Sn is greater than or equal to this quantity. Finally, നമ്മൾ കൺക്ലൂഡ് ചെയ്തത് 0 to infinity മോഡ് എ കെ സെഡ് മൈനസ് എ ഹോൾ പവർ കെ ആണ്. ഇനി കെ എന്നുള്ളത് ഇൻഡെക്സ് നമുക്ക് n ആക്കി എന്ന് എഴുതിയിട്ട് ഈ സമ്മിൽ ഒരു വ്യത്യാസം വരുന്നില്ല. n ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എ എൻ സെഡ് മൈനസ് എ ഹോൾ പവർ n എന്ന് എഴുതാം. വേറെ ഇൻഡീസസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഇവിടെയും n ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി ബി എൻ സെഡ് മൈനസ് എ ഹോൾ പവർ n എന്ന് എഴുതി. ഇവിടെ നമ്മൾ ഓൾറെഡി ഒരു കൺക്ലൂഷൻ ആദ്യം നമുക്ക് ഗിവൺ ഡാറ്റ ഞാൻ എഴുതി വെച്ചിരിക്കണം. ഞാൻ അതിനപ്പോൾ ഒരു നമ്പർ 1 എന്ന് കൊടുക്കുകയാണ്. രണ്ടാളും കൂടിയിട്ട് n ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി എ എൻ സെഡ് മൈനസ് എ ഹോൾ പവർ എന്നിൻ്റെ മോഡലസും സമ്മേഷൻ n ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി മോഡ് ബി എൻ സെഡ് മൈനസ് എ ഹോൾ പവർ എന്നിൻ്റെ മോഡലസും. ഇവർ രണ്ടാളും എന്താണ്, ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. n ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി മോഡ് എ എൻ സെഡ് മൈനസ് എ ഹോൾ പവർ n ലെസ് ദാൻ ഇൻഫിനിറ്റി ബൈ 1 നമുക്ക് ഓൾറെഡി ഗിവൺ ഇൻഫർമേഷൻ ആയിരുന്നു. നമുക്ക് ഗിവൺ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഡാറ്റയാണ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണെന്ന് കിട്ടി. ദാറ്റ് മീൻസ് ദ സീക്വൻസ് Sn ഈസ് ബൗണ്ടഡ് എബോ. Sn ദ സീക്വൻസ് ഓഫ് പാർഷ്യൽ സം ഈസ് ബൗണ്ടഡ് എബോ. രണ്ടാമത്തെ നമ്മൾ റീഡിഫൈൻ ചെയ്ത ക്ലെയിം ട്രൂ ആയി. ഈ ക്ലെയിം ട്രൂ ആണ്, മൊണോട്ടോണിക്കലി ഇൻക്രീസിങ് ആണ്. അതുകൊണ്ട് എന്തായി, ഈ സീരീസ് അബ്സല്യൂട്ട്ലി കൺവെർജൻ്റ് ആണ്. ദെയർഫോർ സം ചെയ്തിട്ട് കിട്ടുന്ന സീരീസിൻ്റെ റേഡിയസ് ഓഫ് കൺവെർജൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു r ആയിരിക്കും, വേർ r ഈസ് ദ ഗിവൺ ക്വാണ്ടിറ്റി സാറ്റിസ്ഫൈങ് ദ ഗിവൺ കണ്ടീഷൻസ്. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, പ്രൊഡക്റ്റ് കോഷി പ്രൊഡക്റ്റ് കോഎഫിഷ്യൻ്റ് ആയി എ കെ പ്ലസ് ബി കെക്ക് പകരം ഇവിടെ സി എൻ വരുന്ന സീരീസ് Sn അല്ല, സമ്മേഷൻ കെ ഈക്വൽ ടു n ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി സി എൻ സെഡ് മൈനസ് എ ഹോൾ പവർ n എന്ന് വരുന്ന കോഷി പ്രൊഡക്റ്റ് കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന
സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയസ് ഓഫ് കൺവേർജൻസും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആർ ആണെന്ന് പ്രൂവ് ചെയ്യണം. അത് നമുക്ക് അടുത്ത സെഷനിൽ പ്രൂവ് ചെയ്യാം. അതുമായിട്ട് ഇത് ഈ 2 റിസൾട്ടുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില റിസൾട്ടുകളും ചില എക്സാമ്പിൾസും കൂടി നമുക്ക് അടുത്ത സെഷനുകളിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.